ഓരോ ദേശത്തിൻ്റെ പേരിനും ഓരോ കഥകളുണ്ടായിരിക്കും. കേട്ടുമറന്ന മുത്തശ്ശി കഥ പോലെ ചരിത്ര സംഭവങ്ങളിൽ നിന്നാണ് ദേശങ്ങൾ പിറവികൊള്ളുന്നത്. നിരവധി ചരിത്ര വികാസങ്ങളെ ഉൾക്കൊള്ളുന്ന കൊച്ചിയിലെ ദേശനാമങ്ങളുടെ ചരിത്രം പുസ്തക രൂപത്തിലാക്കിയിരിക്കുകയാണ് എഴുത്തുകാരനായ പി പ്രകാശ്. പണ്ട് പരശുരാമൻ വൈശ്രവണൻ്റെ പുത്രി ബാലയെ കടൽവക്കത്ത് ഒരു രാജ്യമുണ്ടാക്കി വാഴിച്ചു അത്രേ. ബാലാപുരി എന്നായിരുന്നു രാജ്യത്തിൻ്റെ പേര്. ഗ്രാമീണ ഭാഷയിൽ പിന്നീടിത് കൊച്ചുപുരി എന്ന് അറിയപ്പെട്ടു. ഈ കൊച്ചുപുരി പിന്നീട് കൊച്ചിയായി മാറിയെന്നാണ് കഥ. 14-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരായിരുന്നു വലിയ തുറമുഖം. ചിങ്ങറഴി എന്നായിരുന്നു പേര്. 1341 വെള്ളപ്പൊക്കത്തിൽ തുറമുഖം പൂർണ്ണമായും ഇല്ലാതായി. മട്ടാഞ്ചേരിക്കടുത്ത് മറ്റൊരു അഴി രൂപപ്പെട്ട് കപ്പലുകൾ അടുക്കാൻ തുടങ്ങി. ചിങ്ങറഴിയേക്കാൾ ചെറുതായതിനാൽ ഇതിന് കൊച്ചഴി എന്ന് പേര് വന്നു. പിന്നീടിത് കൊച്ചിയായി മാറിയെന്നും കഥ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏത് വിശ്വസിക്കണമെന്നത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടുകയാണ് എഴുത്തുകാരൻ. എറണാകുളത്തിൻ്റെ ആദ്യ പേര് ഋഷിനാഗക്കുളം എന്നായിരുന്നു. തമിഴിൽ ശിവനെ അറിയുന്നത് ഇറയനാർ എന്നാണ്. ശിവന്റെ സ്ഥാനമായതിനാൽ ഈ പ്രദേശം ഇറയനാർകുളം എന്നും അറിയപ്പെട്ടിരുന്നു. ഇറയനാർകുളം അവസാനം എറണാകുളമായി മാറി. 450ഓളം പേജുകളുള്ള പുസ്തകത്തിൽ നിരവധി ദേശങ്ങളുടെ ചരിത്രം കുറിക്കുന്നുണ്ട്. പുസ്തകരചനയ്ക്ക് വേണ്ടി വലിയ ഗവേഷണം തന്നെ നടത്തേണ്ടി വന്നു എന്ന് ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് കൂടിയായ പി പ്രകാശ് പറയുന്നു. കൊച്ചിയിലെ പല സ്ഥലനാമങ്ങളും ഉണ്ടായത് എങ്ങനെയാണെന്ന് ആളുകൾക്കറിയില്ല. വളരെ കാലം മുമ്പ് VVK വാലത്ത് എറണാകുളം ജില്ലയിലെ സ്ഥലനാമങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ എല്ലാ സ്ഥലങ്ങളെയും പറ്റിയുള്ള വിവരണങ്ങളില്ല. അതിൽ പരാമർശിക്കപ്പെടാത്ത കുറേ അധികം സ്ഥലങ്ങളെക്കുറിച്ചാണ് എൻ്റെ പുതിയ പുസ്തകത്തിൽ പറയുന്നത്. വിവരശേഖരണത്തിനായി ഒട്ടേറെ ചരിത്രകാരന്മാരെയും പഴമക്കാരെയും സമീപിച്ചു. ഒടുവിൽ 5 വർഷം കഴിഞ്ഞാണ് പുസ്തകം പുറത്തിറക്കിയത്. അമൃത ന്യൂസ്, കൊച്ചി.